ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് സെഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തിരുന്നത് എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചും അതേപോലെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ടുള്ള യൂസസ്, ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ് ഒക്കെയാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് വേറിൻ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കളക്ട് ചെയ്യുക, കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, കൂടുതൽ നോളജ് കളക്ട് ചെയ്യുക. അതിനാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വീണ്ടും അതിനെ ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നമുക്കതിൻ്റെ യൂസസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ നമുക്ക് ഒരു യൂസാണ്, അതായത് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ത്രൂ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് തിയറീസ്. നമുക്കൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമുക്ക് കൂടുതൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് നമുക്ക് വേണ്ടി പുതിയൊരു തിയറി ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതേപോലെ ഏതെങ്കിലും ഏരിയാസ് നമുക്ക് ഒബ്സർവേഷനിലൂടെ മാത്രം നമുക്ക് റിസർച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്താൽ മതി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, കൺസ്യൂമേഴ്സിനെ കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അത് ഫ്ലെക്സിബിളാണ്, അഡാപ്റ്റബിളാണ്. ആർക്ക് വേണമെങ്കിലും എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദർ ഈസ് നോ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ടു ബി ഫോളോഡ് ഓവർ ദർ. അതേപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്റ്റഡിയാണ്, ഒരു ബേസിക് സ്റ്റഡിയാണ്. ബിഫോർ വി ഗോ ഫോർ ദ മെയിൻ സ്റ്റഡി നമ്മൾ നടത്തുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ പോലെ നടത്തുന്ന സ്റ്റഡിയാണ് ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഓക്കെ, ഇന്ന് നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ദേ ആർ 5 വരുന്നത്: എക്സ്പീരിയൻസ് സർവേ, പൈലറ്റ് സ്റ്റഡീസ്, സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, കേസ് അനാലിസിസ്, ഫോക്കസ് ഗ്രൂപ്പ്. നമുക്കപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ് സർവേ. Experience survey refers to talking with knowledgeable individuals both inside and outside the organization who may provide insights into the problem. Experience survey uses trade journals, professional journals, market research findings and publications. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയാണ്, നമ്മളവിടുത്തെ ന്യൂ ജോയിനിയാണ്. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് പാറ്റേൺ, ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓർഗനൈസേഷനിൽ വരുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, എന്താണ് പ്രൊഡക്ട്സ് വരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഡീപ്പായിട്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അവിടെ വർക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ സീനിയേഴ്സായിട്ട് വരും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. അവർക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടാവും. ദേ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ ഇയേഴ്സ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ ആ ഒരു ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ എന്തായാലും അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് അറിയണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, നമ്മുടെ സീനിയേഴ്സായിട്ട് വരുന്ന ആരൊക്കെയാണ്, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ്, അവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് സർവേ ആണ്. ഇപ്പം നമ്മളൊരു ഏരിയയിലോട്ട് ടൂർ പോവുകയാണ്. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പ്രിലിമിനറി സ്റ്റഡി വേണേൽ കണ്ടക്ട് ചെയ്യാം. അവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വേണേൽ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ്, ഏത് വഴി കൂടിയാണ് ബെറ്റർ പോകുന്നത്, ഏത് വഴിയാണ് റോഡ് ബെറ്റർ വരുന്നത്, അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്, എത്ര ദൂരമുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും, സൈഡിൽ കൂടെ ഹോട്ടൽസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ആ പോയ ആൾക്കാരോട് വേണമെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ ട്രിപ്പ് റിവ്യൂ, ട്രിപ്പ് ബ്ലോഗ്സ് ഒക്കെ ഉണ്ട്, യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്, ട്രിപ്പിൻ്റെ സഫാരി ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ച് കുറച്ചൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അതിനെക്കുറിച്ച് അറിയാവുന്നൊരു പേഴ്സൻ്റെ അടുത്ത്, ഓൾറെഡി അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് സർവേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. The secondary data are those data which have already been collected, tabulated and presented in some form by someone else for some other purpose. The secondary data are those data which have already been collected, tabulated and presented in some form by someone else for some other purpose.
Here, the data are already available for further research purposes. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ റിസർച്ച് ടോപ്പിക്കായിട്ട് നമ്മുടെ റിസർച്ച് ടോപ്പിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ എക്കോണമി ഗ്രോത്താണ്. ഇന്ത്യൻ എക്കോണമിക് ഗ്രോത്ത് ഫ്രം ദ പീരീഡ് ഓഫ് 2000 to 2015 ഇതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക്കിന് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് വേറെ ഏതെങ്കിലും റിസർച്ചർ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടാവും, അനാലിസിസ് നടത്തിയിട്ടുണ്ടാവും, അതിൻ്റെ ഫൈനൽ റിസൾട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പർപ്പസിന് വേണ്ടിയാണ്. എന്നിരുന്നാലും നമ്മുടെ അതേ സെയിം ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് അദ്ദേഹം റിസർച്ച് നടത്തുകയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അതിൻ്റെ ഒരു ഫുൾ അനാലിസിസ് ഡാറ്റ ടാബുലേഷനൊക്കെ നടത്തി ഫൈനൽ റിസൾട്ട് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ കൊടുത്ത എന്നിട്ട് അത് പബ്ലിക്കേഷനായിട്ട് ആർട്ടിക്കിൾസായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ കൊടുത്ത ആർട്ടിക്കിൾസോ ആ കൊടുത്ത പബ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് സം അതർ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ പർപ്പസിന് വേണ്ടി ഓൾറെഡി നമ്മുടെ അതേ ടോപ്പിക്ക് തന്നെയായിരിക്കും റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. അതിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ആർട്ടിക്കിൾസിലെയോ അല്ലെങ്കിൽ ഈ പബ്ലിക്കേഷൻസിലെയോ ഇൻഫർമേഷൻ നമ്മുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. എക്കണോമിക് സർവീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, economic reviews published by various state governments, census data and data relating to agriculture, industry, forestry, education. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഏത് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഏത് ടോപ്പിക് വേണേൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആവാം, ഫോറസ്ട്രി ആവാം, എക്കണോമിക് സർവീസ് ആവാം, സെൻസസ് ഡാറ്റ ആവാം, ഏത് വേണേൽ ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അത് പബ്ലിക്കേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ലേറ്റർ ഓൺ നമ്മൾ അതേ ടോപ്പിക് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാകാം. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ബേസ് ചെയ്തിട്ട് റിസർച്ച് നടത്തുമ്പോൾ നേരത്തെ പബ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഇൻഫർമേഷൻ കൂടി യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി ഡാറ്റ യൂസേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബിബ്ലിയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ടാവും റെഫറൻസസ് യൂസ്ഡ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, അദ്ദേഹം പബ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേര് അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെക്കൻഡറി ഡാറ്റ കളക്ഷനാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സോഴ്സസ് ഓഫ് ഡാറ്റ. പ്രൈമറി സോഴ്സ്, സെക്കൻഡറി, ഡോക്യുമെൻ്ററി, പേഴ്സണൽ, ലൈബ്രറി. ആദ്യം തന്നെ പ്രൈമറി സോഴ്സ് എന്താണെന്ന് നോക്കാം. ദീസ് റെഫർ to the original source from which the researcher directly collects data that have not been previously collected. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളാണ് റിസർച്ചർ, നമ്മളൊരു കൺസ്യൂമറിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ക്വസ്റ്റ്യനർ ഫോമിലാവാം, ഓറൽ ക്വസ്റ്റ്യനർ ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അദ്ദേഹത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ അതിനെ പ്രൈമറി സോഴ്സ് ഇൻഫർമേഷൻ നമ്മൾ പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ FIR എന്ന് പറയും, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അത് പ്രൈമറി സോഴ്സാണ്. ആ കറക്റ്റ് പ്ലേസിൽ അവർ തന്നെ ആ പർട്ടിക്കുലർ പേഴ്സൺ ആരാണ്, ആ പോലീസ് ഓഫീസർ ആരാണ്, അദ്ദേഹം ചെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കിട്ടിയ ഇൻഫർമേഷനാണ് FIRൽ രേഖപ്പെടുത്തുക. അതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഹിയർ ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ റിസർച്ചർ. നെക്സ്റ്റ് ആണ് സെക്കൻഡറി സോഴ്സ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. The secondary source contains data which has already been published or combined for another purpose of study. നേരത്തെ തന്നെ ഇതേ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് ആരെങ്കിലും റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ലേറ്റർ ഓൺ അതിൻ്റെ പബ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പബ്ലിക്കേഷനിൽ ഇൻഫർമേഷൻ നമ്മുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ സെക്കൻഡറി ഡാറ്റയായി മാറിക്കഴിയുന്നു. നെക്സ്റ്റ് ആണ് ഡോക്യുമെൻ്ററി സോഴ്സ്. A document is everything in writing which contains materials or information of importance. ഇപ്പോൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ, അതല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി കളക്ട് ചെയ്ത ഡാറ്റ ആയിക്കോട്ടെ, അത് നമ്മുടെ റിസർച്ച് ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ റിസർച്ച് ടോപ്പിക്. ഓൾ ദോസ് ഇൻഫർമേഷൻ കളക്റ്റഡ് വിൽ ബി കോൾഡ് ആസ് എ ഡോക്യുമെൻറ്റ്. Therefore, any information or data that is important for the research topic for the researcher, അതിനെ ഡോക്യുമെൻ്റ് എന്ന് വിളിക്കും. ഡോക്യുമെൻ്ററി സോഴ്സ് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്, പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സിൽ വരുന്നത് ഡയറി റൈറ്റിംഗ്, ലെറ്റർ, മെമ്മറീസ്. അതായത് ഒരു വ്യക്തി ആ വ്യക്തി തന്നെ എഴുതുന്ന ഇൻഫർമേഷൻ. The information, the documents written and recorded by the individual
ഹിംസെൽഫ്. അതിനാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലർക്കും ഡയറി റൈറ്റിംഗ് ഉണ്ടാകും, ആ ഒരു ഹാബിറ്റ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും. ലെറ്റർ എഴുതുന്ന ഹാബിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ്. ആ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് തന്നെയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം തന്നെ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്. നെക്സ്റ്റ് ആണ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ന്യൂസ് പേപ്പർ, ജേർണൽസ് ആൻഡ് മാഗസിൻസ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. All those information, all those data that is available for the public to read. ന്യൂസ് പേപ്പറിൽ വരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, പബ്ലിക്കേഷൻസ്, അതൊക്കെ ആർക്ക് വേണമെങ്കിലും വായിക്കാം, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയും. Therefore പബ്ലിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ all those information that are accessible to the public. അടുത്തതാണ് കേസ് അനാലിസിസ്. പക്ഷേ ആ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ബൈ ദ റിസർച്ചർ വൈൽ യൂസിങ് സെക്കൻഡറി ഡാറ്റ. 3 പ്രിക്കോഷൻസ് എടുക്കണം. റിലയബിലിറ്റി, സ്യൂട്ടബിലിറ്റി, അഡിക്വസി. നമ്മളൊരു സെക്കൻഡറി ഡാറ്റ, അതായത് വേറെ ഏതെങ്കിലും ഒരു റിസർച്ചർ ആ ഒരു റിസർച്ചറിൻ്റെ പർപ്പസിന് വേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് ആർട്ടിക്കിൾസായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ആർട്ടിക്കിൾസിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് റിലയബിലിറ്റി, സ്യൂട്ടബിലിറ്റി, അഡിക്വസി. ആ കളക്ട് ചെയ്ത് പബ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ റിലയബിൾ സോഴ്സ് നിന്നാണോ നമുക്കത് വ്യക്തത വേണം. കാരണം നമുക്കറിയാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ കറക്റ്റ് തന്നെയാണോ, അക്യുറേറ്റ് ആണോ, നമ്മുടെ റിസർച്ച് ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണോ എന്നിവയെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായെങ്കിൽ മാത്രമേ അതായിട്ട് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറയുന്നത് ആ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ കറക്റ്റ് തന്നെയാകുമോ എന്നൊരു വ്യക്തത നമുക്ക് വേണം. സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് ആ സെക്കൻഡറി ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടുന്ന് എടുക്കുന്ന നമ്മൾ ഇൻഫോർമേഷൻ നമ്മുടെ റിസർച്ച് ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണോ. നെക്സ്റ്റ് ആണ് അഡിക്വസി എന്ന് പറയുന്നത്. ആ റിസർച്ച് ടോപ്പിക്ക് നമുക്ക് അക്യുറേറ്റ് ആയിരിക്കുമോ, ആ ഇൻഫോർമേഷൻ നമ്മുടെ റിസർച്ച് ടോപ്പിക്കായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നിവയ്ക്കുള്ളൊരു വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് പ്രിക്കോഷൻസിൽ പറയുന്നത്. റിലയബിലിറ്റി, സ്യൂട്ടബിലിറ്റി, അഡിക്വസി. നെക്സ്റ്റ് ടോപ്പിക്കാണ് കേസ് അനാലിസിസ്. ഇറ്റ് റെഫേഴ്സ് ടു reviewing information from a few other situations that are similar to the present research problem. It refers to reviewing information from a few other situations that are similar to the present research problem. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്തുകയാണ്. അപ്പോൾ ഓർഗനൈസേഷന് വർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണ്. എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്തുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്തിയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുത്തിരുന്നത്, അന്ന് നമ്മൾ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ മാറ്റം വരുത്തിയത്, ആ ഇൻഫർമേഷൻ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്തുന്നു, വേറെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസ് അവിടെ സ്ട്രൈക്ക് നടത്തുമ്പോൾ ആ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ചെയ്തത്, ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടി, ആ ഒരു ഹേർഡിലിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷന് നമ്മൾ അനാലിസിസ് നടത്തിയിട്ട് ആ രീതിയായിട്ട് ആ ഒരു ഇൻഫർമേഷനായിട്ട് നമ്മുടെ പെർട്ടിക്കുലർ പ്രസൻറ്റ് പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, അതിനുശേഷം നെസസറി ആക്ഷൻ എടുക്കുന്നു. ഇതാണ് കേസ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റിസർച്ചായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹേർഡിൽ വരുമ്പോൾ ഇതിന് മുമ്പ് ഇതേപോലെ സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇതേപോലത്തെ സിറ്റുവേഷൻ വേറെ ആർക്കെങ്കിലും ഉണ്ടായപ്പോൾ, വേറെ ഏതെങ്കിലും റിസർച്ചറിന് ഹാപ്പൻ ചെയ്തപ്പോൾ അവരെന്താണ് സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്, അത് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ കറണ്ട് സിറ്റുവേഷനിലോട്ട് നമുക്ക് അനലൈസ് ചെയ്യുക, കമ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 മെത്തേഡ്സാണ് നോക്കിയത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ: എക്സ്പീരിയൻസ് സർവേ, secondary data analysis and case analysis. Thank you all.